ഹലോ! അങ്ങനെ കൊച്ചി വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങളിതേ ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടെ കുറേ മാത്രം ഓട്ടോകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഈ ഗൈഡിനെ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ പറ്റും. ആ ഒരു രീതിയിലാണ് അവർ നമ്മളിങ്ങനെ കുറേ നമ്മൾ ചെന്നൊരു ഡൗട്ട് ചോദിച്ചാൽ മതി കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്ന് നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഫുൾ ഫാമിലി അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മണിക്കൂറിന് 300 രൂപ വെച്ചിട്ട് ഒരു 2 അവേഴ്സ് എടുത്തിട്ട് എല്ലായിടവും ചുറ്റി എല്ലായിടവും അല്ല അത്യാവശ്യം വേണ്ട ഒരു 3-4 സ്ഥലങ്ങൾ ചുറ്റി കാണിക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ ഫോർട്ട് കൊച്ചിയിൽ തന്നെ കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ. നമ്മളീ പോകുന്ന റോഡിന്റെ പേര് പാലസ് റോഡാണെന്ന്. നമ്മളിപ്പോൾ പോകുന്നത് ഡച്ച് പാലസിലേക്കാണ് കേട്ടോ. അതിന് കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷെ നമുക്കിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കേട്ടൊന്നും മനസ്സിലാകുന്നില്ലേ. ഇപ്പോൾ ഡച്ച് പാലസിന്റെ ഒരു ഫ്രണ്ട് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് മുമ്പ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളും മറ്റുമൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നിന്ന് അതൊക്കെ ഒന്ന് വായിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കുറേ സമയം എടുക്കുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഓട്ടോ എന്തായാലും വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ എല്ലാ സ്ഥലത്തും എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എവിടെ ചെന്നാലും 100 രൂപ 50 രൂപ ആ നിരക്കിൽ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഏതൊരു ചെറിയൊരു സ്പോട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാലും അതിനൊക്കെ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ 11 മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് പോലും ആ ടിക്കറ്റ് എല്ലായിടത്തും ടിക്കറ്റ് ബാധകമാണ്. പിന്നെ ഈ ഒരു പാലസിലെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഈ ഒരു സീലിംഗ് വർക്കാണ് കേട്ടോ. ഫുള്ള് തടിയിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികളോട് കൂടിയ സീലിംഗ് വർക്കാണ്. നമ്മൾ അത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ പണി ചെയ്ത് വെച്ച പോലെയുള്ള ആ ഒരു അട്രാക്ഷനോട് കൂടി ആ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെ ആ ഒരു സീലിംഗ് വർക്ക് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് അന്ന് ഡച്ചുകാരുടെ സമയത്ത് ജൂതന്മാരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്ന ജൂതപ്പള്ളിയൊക്കെ വരുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ. ആ ഒരു സ്ട്രീറ്റ് തന്നെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കണ്ടില്ലേ, 2 സൈഡിലും കുറേ ബിൽഡിങ്ങുകൾ ഒരുപോലുള്ള ആ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഒരു വലിപ്പത്തിൽ തന്നെ ചെയ്ത് സെയിം അങ്ങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു ഏരിയയിൽ ആ ബിൽഡിങ്ങിന്റെ താഴ്ഭാഗത്തൊക്കെ ഇപ്പോൾ ഫുള്ള് ഷോപ്പാണ് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്നാലും ആ കൂട്ടത്തിൽ ഞങ്ങൾ ജസ്റ്റ് കയറി എല്ലായിടത്തും ഒന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മോനൊരു ഷർട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ഒരു 700-800 രൂപ പറഞ്ഞു. ലാസ്റ്റ് 700 രൂപയ്ക്ക് തന്നു കേട്ടോ. നല്ല കോട്ടൺ ഷർട്ടായിരുന്നു കേട്ടോ. അവനങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് പുറത്തൊന്നും കിട്ടുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് വാങ്ങിയെടുത്തു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഇതൊരു ജൂത പള്ളിയാണ് കേട്ടോ. 1568 ഏതാണ്ട് 560 570 വർഷം പഴക്കമുള്ള ഒരു ദേവാലയമാണ് കേട്ടോ. ഡച്ച് സിനഗോഗ് എന്നറിയപ്പെടുന്ന ഒരു ദേവാലയം. ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇത് ഇപ്പം ചെയ്തിട്ടുള്ള ലൈറ്റൊന്നും അല്ല, അന്നേ ഉള്ള ആ ലൈറ്റുകൾ അവർ നന്നായിട്ട് കാത്തു സൂക്ഷിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കയറാനും പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊന്ന് കാണാമെന്ന് കയറി കയറിയതാണ്. പക്ഷെ എന്തായാലും കയറിയിട്ട് വലിയ സംഭവം തന്നെയാണ്. കയറിയതുകൊണ്ടൊരു നഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്ന വേറൊരു ഏരിയയിലോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടെ ഇതുപോലെ കുറേ പണ്ട് കാലത്ത് എങ്ങനെയുള്ള ഈ ഓരോ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നവരില്ലേ, അവരുടെ ആ ഓരോരോ മുറിവുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത്, തോക്ക് കൊണ്ടുള്ള ആ ഒരു മരണപ്പെടുന്നവരുടേത്, അതുപോലെ കത്തി കൊണ്ട് വെട്ടുന്നത്, അങ്ങനെ പല രീതിയിലുള്ളത് ഓരോന്നും അവിടെ എഴുതി ഷോ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഗൺ കൊണ്ടുള്ളത്, അതുപോലെ വലിയ വലിയ കത്തിയും കടാരയൊക്കെ കൊണ്ട് വന്നിട്ടുള്ള മുറിവുകളും ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നമ്മൾ അധികം സ്ലോയിൽ നിൽക്കാതെ പെട്ടെന്ന് തന്നെ കണ്ടിട്ടിറങ്ങി ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നത് കുറച്ച് തന്നെ ദൂരമുള്ള ഒരു നേവിയുടെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെയും എൻട്രി ടിക്കറ്റ് ഉണ്ട്. അത് എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അനിയത്തി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞത് ഉള്ളിലോട്ട് കയറി. അപ്പോൾ അതിനകത്ത് ഫുൾ AC ആണ് കേട്ടോ. സംഭവങ്ങളൊക്കെ നമ്മളെ പണ്ടത്തെ നേവിയുടെ യൂണിഫോം സഹിതം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം AC-ക്കുള്ളിലല്ലേ, കുറച്ച് നേരം അത് പതുക്കെ തന്നെ കണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ ഏകദേശം ഒരു 4-5 സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. പക്ഷേ നമ്മൾ എല്ലാ സ്ഥലത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾക്ക് അങ്ങ് ടയേർഡായി. ആകെ ഓട്ടോയിലാണ് വന്നതെങ്കിലും പോയതെങ്കിലും ഒക്കെ ടയേർഡായിട്ടുണ്ട് കേട്ടോ. നല്ല വേനൽ സമയത്താണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ, ഒരാഴ്ചയല്ല ഏകദേശം 10 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് എല്ലായിടത്തും മഴയും സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെ ഒരു നേവിയുടെ ഒരു ഒറിജിനൽ ഹെലികോപ്റ്ററും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ സെൽഫിയൊക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. തിരിച്ച് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഫോർട്ട് കൊച്ചിയിലോട്ട് വന്നത് വാട്ടർ മെട്രോയിലാണെങ്കിൽ തിരിച്ച് നമ്മൾ നോർമലായിട്ടുള്ള ബോട്ടിൽ പോകാൻ കരുതി. അതിൽ നമ്മൾ 5-6 രൂപ കൊടുക്കുമ്പോൾ നോർമലായിട്ടുള്ള ബോട്ടിൽ, ഓപ്പൺ ആയിട്ടുള്ള ബോട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ മോൻ പറയുന്നുണ്ടായിരുന്നു തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ബോട്ടിൽ പോകണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം
ഒന്ന് ഞങ്ങളവിടെ വന്നതും ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വന്നപ്പോൾ അതൊന്ന് ലേറ്റായി. അപ്പോൾ വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക്. അപ്പോൾ ഇന്നത്തെ കറക്കം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരുപാട് ടയേർഡായി. പിന്നെ ഞങ്ങൾ എന്തായാലും മതിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ അങ്ങ് റൂമിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും ഞങ്ങളിതേ വന്ന് ബ്രോഡ്വേയിൽ തന്നെയാണ് കേട്ടോ കുറച്ചുകൂടി പർച്ചേസിംഗ് ഒക്കെ നടത്താൻ ഞങ്ങൾ ബ്രോഡ്വേയിലോട്ട് പോയിട്ടുണ്ട്.